തൃശ്ശൂരത്തെ എം പി ആയ സുരേഷ് ഗോപിയെ കാണാനില്ല. ആ തിരോധാനത്തിന് പിന്നിൽ ആരാണ്? കൃത്യമായി പോലീസ് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി അന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ ഇന്ത്യയിൽ മിലിറ്ററിയും ഓയും പോലീസും IB ഒക്കെ ഉണ്ട്. അത് അവർ ചെയ്തോളൂ. ഇപ്പം മണ്ടന്മാരാണ് ബേസിക്കലി. രവീന്ദ്ര ഓളമുണ്ടോ? ഓളമുണ്ട്. സുരേഷ് ഗോപിയെ കാണാതാവുന്നത് ആദ്യമായിട്ട് നരിമാൻ സിനിമ 32 വർഷം മലയാള സിനിമ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മളെ ഡോൾഫിൻ ബാർ സിനിമ കഴിഞ്ഞിട്ട് മൂപ്പരെ കുറേ കാലം നമ്മൾ കണ്ടിട്ട് രാഹുൽ ഗാന്ധിനെ ഇടയ്ക്ക് കാണാറില്ലല്ലോ. എവിടെ പോലെ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോളൂ. ഇടയ്ക്ക് ഇതേപോലെ മുകേഷിനെ കാണാനില്ലെന്ന് വന്ന് കംപ്ലയിൻറ്റ് എടുത്തിട്ട് ഇന്ന് മുകേഷ് തിരിച്ചു വന്ന് ചോദിച്ചു എവിടെയായിരുന്നു ചോദിച്ചു. ഞാൻ രാഹുൽ പോയ സ്ഥലത്തായിരുന്നു. ഇപ്പം മൂപ്പരങ്ങനെ ഒരു ഇടവേള എടുക്കുന്ന പുതിയ കാര്യമൊന്നുമല്ല. ഒന്നാമത്തത് ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയില്ല കളിയല്ലേ. ഈ ലോകത്തുള്ള എല്ലാ വിഷയവും സുരേഷ് ഗോപി പ്രതികരിക്കണമെന്ന് എന്താണ്? അമേരിക്കയിൽ ഇപ്പം ട്രംപ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, പുടിൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സുരേഷ് ഗോപി എല്ലാത്തിനും പ്രതികരിക്കണം എന്ന് പറയാൻ എന്താണ്? സുരേഷ് ഗോപി പ്രതികരിച്ചില്ലേ ലോകം മുന്നോട്ട് പോകില്ലേ? നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള സാധനം കിട്ടുന്നില്ല. നിങ്ങൾ കോലും കൊണ്ട് സുരേഷ് ഗോപി കന്യാസ്ത്രീകളെ പറ്റി ചോദിക്കണം. അപ്പോൾ സുരേഷ് ഗോപി മൂപ്പരെ സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ മൂപ്പർ പറയും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വൈകുന്നേരം ചർച്ച നടത്താം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലക്കാം. ഇവനെയാണോ തിരഞ്ഞെടുത്തത് എന്ന് വെച്ച് ട്രോൾ ചെയ്യാം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. നേരിട്ട് അങ്ങനെ തല്ലി ജയിക്കാനും പറ്റില്ല, ഇലക്ഷനിൽ നിന്ന് ജയിപ്പിക്കാനും പറ്റിയിട്ടില്ല. ഈ വോട്ടിരട്ടിപ്പിൻ്റെയും വോട്ട് കൃത്രിമത്വത്തിൻ്റെ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വെടിവെട്ടിച്ചപ്പോൾ അത് തൃശ്ശൂരിലും ഉണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം CPIയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സുനിൽകുമാർ പറഞ്ഞത്. അതിപ്പോൾ നിങ്ങൾ ഏത് നിയോജകമണ്ഡലത്തിൽ നോക്കിയാൽ ഇങ്ങനെ ഓരോ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഇത്ര വോട്ട് കൂട്ടി എന്ന അഭിമാനത്തോടു കൂടി രാഷ്ട്രീയ പാർട്ടികൾ പറയാറില്ലേ. തോറ്റാ തോൽവി അംഗീകരിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി മര്യാദ.